സംസ്ഥാനത്തെ ഭക്ഷണശാലകൾ നമുക്ക് വിളമ്പിത്തരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമാണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല ഭക്ഷണശാലകളിലും വിളമ്പുന്നത് അപകടകരമായ ഭക്ഷണമാണെന്നാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പെരിഞ്ഞനത്ത് വീട്ടമ്മ പക്ഷപാതയേറ്റ് മരിച്ച സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മയാണ് മരിച്ചത്. വലിയ ഞെട്ടലോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ഇതോടെ സംസ്ഥാനത്ത് വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും തുടക്കമായി. ഇതിനു മുമ്പൊന്നും പരിശോധനകളോ നടപടികളോ ഇല്ലായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉദ്യോഗസ്ഥർ അവരുടെ കസേരയിൽ നിന്നും പൃഷ്ഠമൊന്ന് പൊക്കുന്നത്. പെരിഞ്ഞനം കുറ്റിലക്കടവ് ഹസ്ബുവിൻ്റെ ഭാര്യ ഉസൈബ മരിച്ചത് മുട്ട ചേർത്ത മയോണൈസ് കഴിച്ചിട്ടാണെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കണ്ടെത്തൽ. കുഴിമന്തിക്കൊപ്പം മയോണൈസ് നൽകിയിരുന്നു. നേരത്തെ ഉണ്ടാക്കിയ മയോണൈസ് തീർന്നപ്പോൾ മുട്ട ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഉസൈബയുടെ വീട്ടിലേക്കും കുഴിമന്തി പാഴ്സലായി വാങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അസ്വസ്ഥതകൾ ഗുരുതരമായപ്പോൾ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഉസൈബയും സഹോദരിയും അവരുടെ 12-17 വയസ്സുള്ള മക്കളുമാണ് കുഴിമന്തി കഴിച്ചത്. ഉസൈബയെ കൂടാതെ സഹോദരിയും മക്കളും ചികിത്സ തേടിയിരുന്നു. ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്നാണ് പഞ്ചായത്ത് അറിയിച്ചത്. ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോഴത്തെ ഉടമകളിൽ ഒരാളുടെ പേരിൽ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നെങ്കിലും അത് കിട്ടിയിരുന്നില്ല. ഇവിടുന്ന് തന്നെ കുഴിമന്തി കഴിച്ച 100ഓളം പേർ വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി ചികിത്സയിലാണ്. പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചവർക്കാണ് കൂടുതലും വിഷബാധയേറ്റത്. ചികിത്സയിലുള്ളവരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും പരിശോധനാ ഫലം ഇതേവരെ കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് കൃത്യമായ വിവരം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മയോണൈസിൻ്റെ സാമ്പിൾ തേടി അവരെത്തിയപ്പോൾ എല്ലാം വിറ്റു തീർന്നെന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത്. അതിനാൽ സാമ്പിൾ എടുക്കാനോ പരിശോധിക്കാനോ സാധിച്ചിട്ടില്ല. മോശം ഭക്ഷണം വിളമ്പിയതിന് 6 മാസം മുമ്പ് ഈ ഹോട്ടൽ അടപ്പിച്ചിരുന്നു. കുഴിമന്തിക്കൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ നിയമം ലംഘിച്ച് പച്ചമുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തി. പരിശോധന നടക്കുമെന്ന് മുൻകൂട്ടി അറിയുമ്പോൾ തന്നെ എല്ലാം നശിപ്പിക്കും. അതുകൊണ്ടെന്താ സാമ്പിളൊന്നും ലഭിക്കുകയില്ല. മുട്ട ചേർത്തുള്ള മയോണൈസിൻ്റെ ഉൽപ്പാദനവും വിൽപ്പനയും 2023 ജനുവരിയിൽ നിരോധിച്ചിട്ടും വീണ്ടും അതേ രീതിയിൽ മയോണൈസ് ഉണ്ടാക്കുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. പച്ചമുട്ടയും വേവിക്കാത്ത ഇറച്ചിയും ചൂടാക്കാത്ത പാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ അവയിലടങ്ങിയ ബാക്ടീരിയ മനുഷ്യൻ്റെ ദഹന പ്രക്രിയയെ ഗുരുതരമായി ബാധിക്കും. അണുബാധ പ്രധാനമായും ബാധിക്കുന്നത് വൃക്ക, ശ്വാസകോശം, ഹൃദയം, തലച്ചോറ്, രക്തം തുടങ്ങിയവയിലാണ്. പനി, വയറിളക്കം, വിറയൽ, ചുമ, വിയർക്കൽ, തുമ്മൽ തുടങ്ങിയവയാണ് അണുബാധയുടെ ലക്ഷണങ്ങൾ. മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാനായി ഇന്ന് ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. കാരണം ഇവ ഓൺലൈനിലൂടെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. സൗകര്യമല്ലേ? ഒരു മെസ്സേജ് ഇട്ടാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇരിപ്പിടത്തെത്തും. ഇതാണ് പല വീടുകളിലും പണ്ടത്തെ പോലെ ആവശ്യമുള്ള ഭക്ഷണം തയ്യാറാക്കാതെ ഫുഡ് ഡെലിവറി ആപ്പുകളെയും ഹോട്ടലുകളെയും ആശ്രയിക്കുന്നത്. അവനവന് വിന അവനവൻ തന്നെ വിളിച്ചു വരുത്തുന്നു.